മോർണിംഗ്. അപ്പോൾ നമ്മൾ എണീറ്റതേ ഉള്ളൂ. ഇനി നമുക്ക് കോളേജിൽ പോകാൻ റെഡിയാണ്. നമ്മൾ പല്ലൊക്കെ തേച്ചു. നമുക്ക് കോളേജിൽ പോകാം. ഇന്ന് ആര്യന്ത ഇല്ല, ആര്യന്തൊക്കെ വയ്യ. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും വേഗം റെഡിയൊക്കെ ആയി വീട്ടിലൊക്കെ വിളിച്ച് കോളേജിൽ പോയായിരുന്നു. ഗായ്സ് നമ്മൾ ആര്യനെ വിളിച്ച് ഇനിയിപ്പിച്ച് ചക്കക്കുടമേ ചക്കക്കുടമേ ഇനിക്ക് അവൾക്ക് വയ്യ ഗായ്സ്. അതാണ് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നത്. എന്താണ് പറയാനുള്ളത്? ഒരു സമാധാനം വേണം ഈ സമയത്തെങ്കിലും. അപ്പൊ ഞാൻ വന്നപ്പോഴാണ് നമുക്ക് സമാധാനം കൂടുതലെന്നാണ് പറയുന്നത്. സമാധാനം അവള് പറയാ ഉച്ച കഴിഞ്ഞ് ലീവ് എടുക്ക് ഗൈസ്. അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പല സൗണ്ടുകളും കേൾക്കും, നമ്മളതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, എന്താ ഉച്ച കഴിഞ്ഞ് ഞാൻ നിന്റെ കൂടെ ഇരിക്കണമെന്നല്ലേ ഇവിടുത്തെ. ഓക്കെ ഓക്കെ ഗൈസ്, നമുക്ക് ചായ ഇട്ടിട്ടുണ്ട്. ചായ കുടിക്കാൻ വിളിക്കും, നമുക്ക് ചായ കുടിക്കാൻ പോവാം ഗൈസ്. ഗൈസ് അവിടുന്ന് പിന്നെ ആരെയുടെ അടുത്ത് നൂക്കലൊക്കെ മേടിച്ചിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അത് എന്റെ കൊച്ചിന് വയ്യാത്തല്ല, എന്റെ കൊച്ചു സപ്പോർട്ട് തന്നേനെ. ആ മഹത് വ്യക്തിയാണിത്. ഊക്കൊക്കെ ഈസ് ദ പവർ ഓഫ് അവർ എനർജി. ഇത് വെട്ടം ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട് ഗൈസ്, വെട്ടം ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. പക്ഷേ ക്ലാരിറ്റി കുറവ് പോലെ ഉണ്ടെന്നാണ് ഗൈസ്. ചായ ഇട്ടോണ്ടിരിക്കുകയാണ്. ഇന്ന് എന്തെങ്കിലും പറയാതെ ഒന്നും മിണ്ടിയിട്ടില്ല. ഞാൻ ഇന്ന് കോളേജിൽ പോയില്ല. അപ്പോൾ എന്നെ കാണാണ്ട് ഇവര് നേരത്തെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി. ഇല്ല കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് പോയിട്ടില്ലായിരുന്നു. നേരത്തെ ഇറങ്ങിയെന്ന് പറഞ്ഞൊരു 12-12:30. ഓക്കെ, ഞാൻ കുറെ നാളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് ലീവ് എടുക്കണം. ദൈവം സഹായിച്ച് എനിക്ക് ഇന്ന് ലീവ് എടുക്കേണ്ട അവസ്ഥ തന്നു ദൈവം. അതെ, അപ്പം ഉച്ച കഴിഞ്ഞ് എനിക്കും ഭയങ്കര തലവേദന. ഉച്ച കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര പനി. അപ്പൊ ബിനുവിനെ ഞാൻ ക്ലാസ്സിൽ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് കള്ളത്തലവേദനയാണ് രാവിലെ തൊട്ട്. ഇവൾക്ക് ഒരു കുഴപ്പമില്ല ഗൈസ്, വെറുതെ പറയുന്നത്. എനിക്കാണ് വയ്യാത്ത, രാവിലെ തന്നെ ഭയങ്കര ക്ഷീണം. നിങ്ങളെല്ലാം ലീവ് എടുത്തിട്ടുണ്ട്. ബിനോയും മിന്നോയും വെറുതെ ഇവിടെ കിടന്ന് ഫോണിൽ കുതിരിട്ടുണ്ട്. ഞാൻ ഇതുവരെ ലീവ് എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ലീവ് എടുത്തത്. ഞങ്ങൾ എല്ലാ ദിവസവും പോകുന്നുണ്ട്, ഇഷ്ടം പോലെ അറ്റൻഡൻസ് ആണ്. അപ്പൊ ഞങ്ങൾക്ക് ലീവ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈബ്രറി വരുമോ അപ്പൊ ഇന്ന്? അപ്പൊ ഞാൻ ചായ കുടിക്കാൻ വിശന്നിട്ടാണോ? ഇതിന്റെ ഫസ്റ്റ് മിനി വ്ലോഗ് കണ്ടായ എന്തോ ഒരു മൈക്കിന്റെ ആവശ്യമില്ല. ബിനോയ്ക്ക് മൈക്കിന്റെ ആവശ്യമില്ല, ബാക്കി എല്ലാവർക്കും മൈക്കിന്റെ ആവശ്യമാണെന്ന് തോന്നുന്നു നമുക്ക്. അതുപോലെ തൊണ്ട കീറുന്നോളം. ഇപ്പൊ ആരെങ്കിലും ഫോൺ വിളിക്കണം, ഇവളുടെ ഒച്ച ഉണ്ടോന്ന് അറിയാം. അൺഎക്സ്പെക്ടഡ് എടുത്ത് കാണിക്കാം. ഈ പറഞ്ഞത് ചിലപ്പോ എന്നും വിളിക്കുമ്പോൾ ഭയങ്കര ഒച്ചത്തിലായിരിക്കും. അങ്ങനെ പിന്നെ ആര്യന്തനോട് കുറച്ച് നേരം വന്ന് സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ പതിയെ ഞങ്ങളെല്ലാവരും കട്ടിലൊക്കെ പോയി. പിന്നെ അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ ഉറങ്ങി 4 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റിട്ട് ഞങ്ങൾ ലൈബ്രറി പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കും. ആര്യന്ത് ഇപ്പോഴും എഴുന്നേറ്റില്ല, നല്ല ഉറക്കമൊട്ടും വയ്യ. ഉച്ച കഴിഞ്ഞൊരു നല്ലൊരു ഉറക്കം, പാട് പോലും പോയിട്ടില്ല ഗൈസ് ഉറക്കത്തിന്റെ. അറിയാതെ ഇല്ല, ഞങ്ങൾ ലൈബ്രറി പോകാൻ ഉറങ്ങുക. നമ്മൾ എക്സാമിന്റെ ഡേറ്റ് എടുത്തോണ്ടിരിക്കും. സോ നമ്മൾ ഓർത്ത് ലൈബ്രറി മുഖം കാണുമ്പോഴല്ലേ നമ്മൾ നല്ല ഉറക്കമായിരുന്നു. വെറുതെ ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ണടച്ചത് ഭയങ്കരമായിട്ട് പറഞ്ഞു. എല്ലാ ദിവസവും ലൈബ്രറി പോയിട്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് നീങ്ങുള്ളൂ. അതിങ്ങനെ വർത്താനം പറയാൻ അവിടെ പോകുന്നത്. പയ്യെ തെണ്ടി തിരിഞ്ഞിട്ട് പയ്യെ എപ്പോഴാണ് കയറുന്നത് തമ്പുരാൻ മാത്രമേ. ഞങ്ങൾ ലൈബ്രറി തന്നെ നിങ്ങൾ എന്നെ തിരിച്ചിരിക്കും ലൈബ്രറി വരുന്നതൊക്കെ തീറ്റയും കൂടി മാത്രമുള്ളത് എന്നോട് ചോദിച്ചു. നാട്ടുകാർ മൊത്തം നോക്കാം. നമുക്ക് കോളേജിൽ ഫോൺ അലൗഡ് അല്ല, പക്ഷെ ഞങ്ങളിപ്പോൾ വന്നേക്കണത് 4:15 കഴിഞ്ഞിട്ടാ. സോ നമുക്കിപ്പോൾ ഫോൺ എടുക്കാം. ആക്ച്വലി നമുക്ക് കോളേജിലോട്ട് വന്നത് നമ്മുടെ ബുക്ക് ഇവിടെ ബുക്കൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. നമുക്ക് അത് എടുക്കണം, ലൈബ്രറി ഇപ്പം പഠിക്കണത് തന്നെ. അപ്പം അതൊന്നും നമ്മളത് എടുക്കാൻ വന്നതാണ്. ബുക്കും ഒക്കെ എടുക്കാൻ വന്നതാണ്. ഇതാ ഞങ്ങളുടെ ക്ലാസ് റൂം, സെക്കൻഡ് ഇയേഴ്സ്. അങ്ങനെ ബുക്കൊക്കെ എടുത്ത് ഞങ്ങൾ ലൈബ്രറിയിലേക്ക് പോകുക. നടന്ന് അവിടെ എത്തുമ്പോൾ ഒരു 5-5:30 ആകും. പിന്നെ കയറുമ്പോൾ 6 മണിയാകും. അങ്ങനെ കുത്തിയിരുന്നൊന്നും ഇല്ല. അതിൻ്റെ ഇടയിൽ ഒരു കുറച്ച് എന്റർടൈൻമെന്റ് ഒക്കെ ഉണ്ട്. ഇന്ന് ഹോസ്റ്റലിൽ നിന്ന് ഞങ്ങൾക്ക് ക്രീം ബണ്ണായിരുന്നു. മിന്നോസുനിൽ അതിലൊരു വെറൈറ്റി കൊണ്ടേ കാണിച്ചു. അവൾ ന്യൂട്രല്ല ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. അപ്പോൾ സുനിലിന് അത് തേച്ചിരുന്നു, ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്തുള്ളൊരു വെള്ള ക്രീം ചുരണ്ടി കളഞ്ഞിട്ട് പുള്ളിക്കാരി അതെടുത്ത് തേച്ചു. പക്ഷെ കൊള്ളാം, സാധനം കണ്ട. അതാണ് ഞാൻ ചെയ്യുന്നൊന്നും അങ്ങനെ
പുറത്തറിയൂല, ഭയങ്കര വെറൈറ്റി ആയിരിക്കും. ഗ്രൗണ്ട് പിന്നെ ഗ്രൗണ്ട് ആണേ. ഇപ്പൊ എവിടെയായിരുന്നു? കള്ളക്കളി കളിക്കുന്നുണ്ടോ ഗൈസ്? നിക്കാണ്ട ലൈബ്രറിയിലേക്ക് കയറാൻ പോണേന്ന് നോക്കൂ. ഇല്ല, ബാഗ് അവിടെ വെച്ചിട്ട് അവിൽ കുടിക്കാൻ പോകും. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ലിഫ്റ്റ് വരാൻ വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി ഇരുന്ന് തല്ലുകൊടുത്തോ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കണത്. രണ്ടും കൂടി ചുമ്മാ ലിഫ്റ്റിൻ്റെ പേരിൽ എന്തോ പറഞ്ഞ് തല്ലുപിടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ലിഫ്റ്റിൽ കയറിയിട്ടും തല്ലുപിടുത്തമൊന്നും നിന്നില്ല. ആ സീറ്റിന് വേണ്ടിയായിരുന്നു തല്ലുപിടുത്തം. അങ്ങനെ പിന്നെ ഞങ്ങളിത് അങ്ങനെ വീണ്ടും ഒരു ഒറ്റ മൈൻഡ് ആയിട്ട് ബിനോയ് ഇന്ന് അവിൽ മിൽക്കിലേക്ക് ട്രൈ ചെയ്യാന്നോർത്തു. അല്ല സോറി, പാനിപ്പൂരി ട്രൈ ചെയ്യാന്നോർത്തു. ഞങ്ങൾ അവിൽ മിൽക്ക് മാറ്റി. കണ്ടിന്യൂസ് നമ്മൾ അവിൽമിൽക്ക് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്കിത് ഒറ്റ മൈൻഡ് പാനിപ്പൂരി പിന്നെ 10 രൂപയ്ക്ക് കോണം വാങ്ങി 30 രൂപയാവുമല്ലോ. അങ്ങനെ ബാലൻസ് ചെയ്താൽ മതി. എനിക്ക് മാത്രം അടുത്ത വട്ട ഗൈസ്. കോൺ കഴിക്കാൻ വേണ്ടി വന്നേക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് നേരത്തെ കയറുവാണ്. ഒറ്റ മൈൻഡ് എല്ലാം കഴിഞ്ഞു കേട്ടോ. എല്ലാം കഴിച്ചു. അതെ, ഇപ്പോൾ വേണമെങ്കിൽ ഇവിടുന്ന് കണ്ടോളൂ ഗൈസ്. വ്യൂ കളിക്കുന്നു, കുറെ പേര് അവിടെ ദൂരെ നടക്കുന്നു. ഉണ്ടോ? അങ്ങനെ പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ലൈബ്രറിയിലൊക്കെ കയറി കുറച്ച് നേരം ഞങ്ങൾ പഠിക്കും. അത് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷനൊക്കെ കാണിച്ച് ഇപ്പം ബിനോയ് എന്നോട് വെള്ളം ചോദിച്ചുകൊണ്ടിരിക്കുക. ഒരു 8 മണി വരെയൊക്കെ ഞങ്ങൾ മാക്സിമം ഇരിക്കും. കുറച്ച് നേരം പഠിക്കും, കുറച്ച് നേരം ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ലൈബ്രറിയിൽ നിന്നൊക്കെ വിട്ട് ഇറങ്ങി ഇനി നമ്മൾ ഹോസ്റ്റലിൽ പോകണം. അങ്ങനെ നമ്മൾ ഹോസ്റ്റലിൽ വന്നു. അതിനെനിക്ക് വയ്യാത്തോണ്ടാണ്, ഇത്ര ആക്റ്റീവ് അല്ല. നാളെ മുതൽ ആക്റ്റീവായി ബ്ലോഗ് എടുക്കാൻ ആര്യം പൂർവാധികം ശക്തിയോടെ അവൾ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ മിന്നോസിൽ ഇപ്പോൾ വീട്ടിലൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളതേ വന്നു. ഇനി കുളിക്കണം. ആസ് യൂഷ്വൽ പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് ഫോണൊക്കെ വെച്ച് കിടക്കും. പിന്നെ നമ്മൾ ഉറങ്ങും. പിന്നെ നാളെ രാവിലെ പിന്നെ എണീക്കും, കോളേജിൽ പോകും. ഇതൊക്കെ തന്നെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഇത്രേ ഉള്ളൂ. ബൈ.